ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗേ ആണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും കല്യാണം കഴിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കേസ് ഡയറിയെ പറ്റിയിട്ടാണ്. ഒന്നോ രണ്ടോ കേസ് ഡയറികൾ നമുക്കിന്ന് പറയാം. ഒരുപാട് കേസ് ഡയറികളുണ്ട് ഈ ഗേസിൻ്റെയും ലെസ്ബിയൻസിൻ്റെയും ഒക്കെ ആയിട്ടുള്ളത്. ചില ആൾക്കാർ ഇതൊക്കെ മറച്ചു വെച്ചും വീട്ടുകാരുടെ ഫോഴ്സിലും ഒക്കെ വേറെ ആൾക്കാരെ കല്യാണം കഴിച്ച് അവരുടെയും കൂടെ ഭാവി കൊളവാക്കുന്ന രീതിയിലേക്ക് ചെയ്ത ഒരുപാട് സ്റ്റോറി ലൈൻസുകളുണ്ട്. ഒരിക്കലും ഒരു അമ്മ ഒരു മകനെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. മകനൊരു പ്രായം ഒരു 25-30 ഉണ്ടാവും എന്ന് കൂട്ടിക്കോളും. അപ്പോൾ അവന് വന്ന സമയത്ത് അമ്മ പറഞ്ഞ സിംറ്റംസ്, ഇവനൊന്നും കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ആകെ മൊത്തം ഒറ്റപ്പെടലാണ്, റൂമിൽ തന്നെയാണ്, സംസാരിക്കുന്നില്ല, കംപ്ലീറ്റ് ഡിപ്രസീവിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഡിപ്രഷനാണ് എന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയല്ല, വീട്ടിൽ നിന്ന് നല്ല ഫോഴ്സ് ഉണ്ട്, പക്ഷെ കല്യാണം കഴിക്കാൻ റെഡിയല്ല. അവൻ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം മാഡം തന്നെ ഒന്ന് അവനോട് ചോദിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇരുന്നു. അത് കഴിഞ്ഞ് ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ പറയുന്നത്, എനിക്ക് UKG മുതലേ എനിക്കറിയാം, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് ഇഷ്ടം, എനിക്ക് സ്ത്രീയുടെ പോലെ നടക്കാനാണ് ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ ഇവൻ പറഞ്ഞു. അപ്പം ഞാനൊരു ഗേ ആണ് എന്നുള്ള രീതിയിലേക്ക്, എനിക്ക് ആണുങ്ങളോടാണ് താല്പര്യം, എനിക്ക് സ്ത്രീകളോട് താല്പര്യമില്ല എന്ന് ഉറപ്പിച്ച് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കുറേ ചോദിച്ചപ്പോൾ ഇവൻ പുറം നാട്ടിലാണ് പഠിച്ചതും ഇപ്പോൾ അവിടെ ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കൾച്ചറലായിട്ട് കുറേ ആൾക്കാരുമായി ഇതേപോലത്തെ ആൾക്കാരും അവിടെ ഭയങ്കര ഓപ്പൺ ആണല്ലോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. അപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഒരു കോളം കൂടി ഉണ്ടാവും, അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല. അവിടെ ഈ ഗെയ്സിനും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കൈ പിടിച്ച് നടക്കാം, കപ്പിൾസായിട്ട് നടക്കാം. ആരും അങ്ങനെ ജഡ്ജ് ചെയ്യുകയോ നോക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അതേപോലെ നമ്മളെ നാട്ടിൽ വിളിക്കുന്ന പോലെ അയ്യേ പറയാൻ പാടില്ല എന്നാലും ചന്തുപൊട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പേരുകൾ പറയുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടുത്തെ നാട്ടിലൊന്നും പറയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ഫ്രീഡം ഒക്കെ പുറം നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇതേപോലെ അവിടെ ഇതേപോലത്തെ സപ്പോർട്ടീവ് ഗ്രൂപ്പിലൊക്കെ പോയി അവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്കയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഗേ ആണ്, ഞാൻ വേറെ കല്യാണം കഴിക്കൂല എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഇവൻ്റെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു അപ്പിയറൻസിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ ഇവൻ്റെ അമ്മേനോട് പറഞ്ഞു, അവനെ കാണുമ്പോഴും കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു നടത്തമൊക്കെ ഉള്ള പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളെന്നും കാണുന്നത് കൊണ്ടായിരിക്കും, നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു സംസാരിക്കുമ്പോഴൊക്കെ ഒരു ടോൺ വ്യത്യാസം പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ഭയങ്കരമായി ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും നോർമൽ ലൈഫിന് വേണ്ടിയിട്ടും ഒക്കെ ഫോഴ്സ് ചെയ്യും. ഇവനാകെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, ഞാൻ ശരിക്കും അതൊക്കെ വിട്ട് കല്യാണം കഴിച്ച് നാട്ടിൽ സെറ്റിലായി ഭാര്യയും കുടുംബമാവണോ, ഭാവിയിൽ ഇനി എനിക്ക് കുറ്റബോധം വരുമോ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഒരുപാട് റാൻഡം തോട്ട്സുകൾ ചിന്തകൾ എനിക്ക് വരുന്നുണ്ട്, ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണ് മാഡം, ഞാൻ എന്താ ചെയ്യുക, ഞാൻ പൊട്ടി കരയാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം ഒരു സമയത്തിൽ 4 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാണ്ടൊക്കെ വിമ്മി ഇങ്ങനെ കരഞ്ഞു പോയി. എനിക്ക് ഇത് ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അമ്മയുടെ ഒരു ഇതിൽ ഫാമിലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് അബ്രോഡ് പോകണ്ട, ഇവിടെ സെറ്റിലാക്കിയാൽ മതി എന്നൊക്കെയുള്ള രീതിയിലേക്കാണ്. പക്ഷേ ഇവൻ്റെ ഒരു ഫാമിലി ലൈഫും ഹാപ്പിനെസ്സും ഒക്കെ. അപ്പോൾ ഇവൻ ആദ്യം വരുമ്പോഴേ പറഞ്ഞു, മാഡം എന്നെ കൺവേർഷൻ തെറാപ്പി ഒന്നും ചെയ്യരുത്. അപ്പോൾ പണ്ട് കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഗെയ്സിന് ലെസ്ബിയൻസിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആൽക്കഹോളിൽ അവേഴ്സീവ് തെറാപ്പിയൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ ഒരു വെള്ളത്തിൽ വോഡ്ക വെക്കും, അല്ലെങ്കിൽ റമ്മ് വെക്കും, ഒരു ഗ്ലാസ്സിൽ വോഡ്ക വെക്കും, മറ്റേ ഗ്ലാസ്സിൽ വെള്ളം വെക്കും. എന്നിട്ട് അറിയാണ്ട് ഈ പേഷ്യൻ്റ് വെള്ളം തൊട്ടാൽ കുഴപ്പമില്ല, വോഡ്ക എങ്ങാനും തൊട്ടുപോയാൽ ഷോക്കടിക്കും, അപ്പോൾ ഷോക്ക് അടിപ്പിക്കും. അപ്പോൾ അങ്ങനെ തൊട്ട് നമ്മളെ മനസ്സിനുള്ളിൽ അയ്യോ ഇത് വോഡ്ക ആവരുതേ, വെള്ളമാവണേ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ കയറും. മറ്റേത് അറിയാണ്ട് തൊട്ടുപോയാൽ ഷോക്ക് അടിക്കുമല്ലോ. അതേപോലെ തന്നെ ഈ പെണ്ണിനോടുള്ള താല്പര്യം മാറ്റാൻ വേണ്ടി ഫോട്ടോസുകൾ കാണിച്ചിട്ടും പെണ്ണിൻ്റെ ഫോട്ടോ ആക്സിഡൻ്റലി എടുത്തു പോയാൽ ഷോക്ക് അടിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ രീതിയിലേക്ക് ഒരുപാട് തെറാപ്പീസ്, അവേർഷൻ തെറാപ്പി, കൺവേർഷൻ തെറാപ്പീസ് ഇവരെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാരും ചെയ്യില്ല, അത് ബാൻഡാണ്, അത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അത് മാറ്റാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് റൂള്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കൺവേർഷൻ തെറാപ്പി ഒന്നും ചെയ്യില്ല, പക്ഷേ നിനക്ക് അതിൻ്റെ ഗുണവും ദോഷവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പക്ഷേ ആദ്യം നീ ഗേ ആണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യനെയർ ടെസ്റ്റ്, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഒരു സ്കോർ കിട്ടുന്ന അത് ചെയ്യണം. അത് കൂടാണ്ട് നിനക്കൊരു ഒസ്വാസ് പോലെ, ഒരു OCD പോലെയുണ്ട്. അപ്പോൾ സെക്ഷൽ
PCOCD എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു ഡിസോർഡറിൽ ചിലപ്പോൾ ഞാൻ ആണ് തന്നെയാണോ, ഞാൻ പെണ്ണ് തന്നെയാണോ, ഞാൻ എൻ്റെ അച്ഛനുമായി അങ്ങനെ വല്ലതും ഉണ്ടായി പോകുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം, വെറുതെ ലോജിക്ക് ഇല്ലാണ്ട് സംശയങ്ങൾ തോന്നുന്ന ഒരു അസുഖമാണ് ആ OCDയിൽ വരിക. അപ്പോൾ ആ OCDയിൽ പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് OCDയുടെ ടെസ്റ്റും ഹോമോസെക്ഷുവാലിറ്റീൻ്റെ ടെസ്റ്റും നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനെയറുകളൊക്കെ വേറൊരു സൈക്കോളജിസ്റ്റ് ഇവിടെ ഉണ്ട്, അവരുടെ അടുത്ത് വിട്ട്, മെയിൽ സൈക്കോളജിസ്റ്റാണ്, ക്വസ്റ്റ്യനെയറുകളൊക്കെ ഫില്ല് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇയാൾക്ക് OCD ഉണ്ട്. OCDയിൽ ഒബ്സഷൻസ് ഉണ്ട്, അതായത് ചിന്തകൾ തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ ഡിപ്രഷൻ വന്നിട്ടുള്ളതും കൺഫ്യൂസ്ഡ് തോട്ടായിട്ടുള്ളതും. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആദ്യം OCD ട്രീറ്റ് ചെയ്ത് മാറ്റണം, എന്നിട്ടേ നമുക്ക് ഈ ഹോമോസെക്ഷാലിറ്റീൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അമ്മ ചോദിച്ചു OCD മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ചിലപ്പം കംപ്ലീറ്റ് അങ്ങോട്ട് ഉറപ്പിച്ച് ഞാൻ എന്നാൽ പിന്നെ ഗേ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്ക് പറയാൻ പറ്റില്ല. OCD മാറിക്കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ പോകും. ഒന്നെങ്കിൽ അതൊന്നും വേണ്ട, ഞാൻ എല്ലാം ത്യജിച്ച് നാട്ടിൽ നിന്നോളാം, വീട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവൻ വരും. അവൻ്റെ കൺഫ്യൂസ്ഡ് ചിന്തകളൊക്കെ മാറും. അല്ലെങ്കിൽ അവനെ എന്താണോ ശരി എന്നുള്ള രീതിയിലേക്ക് പോകും. അത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം. എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തു. ഹോമോസെക്ഷാലിറ്റീൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം അതിലും അവന് സ്കോറ് ഹോമോസെക്ഷൽ എന്ന് തന്നെയാണ് അതിൽ സ്കോർ വന്നത്. അപ്പം നമ്മളെ മാനറിസവും കാര്യങ്ങളും സംസാരിച്ചിട്ടും ഒക്കെ അവന് പാസ്റ്റ് എക്സ്പീരിയൻസും ലൈഫ് സ്റ്റൈലും എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ അവൻ അബ്രോഡ് ഒരു ആൺകുട്ടിയുമായിട്ട് ഇഷ്ടവും ഉണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ ഹോമോസെക്ഷൽ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ സൈക്കോളജിസ്റ്റുമാർക്ക് മനസ്സിലായി. അപ്പോൾ അമ്മേനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, അവനെയും കാര്യം പറഞ്ഞ് ഇതിൻ്റെ പ്ലസ്സും മൈനസും ഇവിടുത്തെ നാട്ടുകാർ എന്തായാലും ഇതിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, മതപരമായി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിലൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യമേ പറയുന്നില്ല. പക്ഷേ ഫിലോസഫിയിൽ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ജനറ്റിക്സിൽ Xഉം Yയും ക്രോമസോമും ഉണ്ട്, ആണിനും പെണ്ണിനുള്ള. ഹോർമോണൽ ടെസ്റ്റുകളിൽ നമ്മൾ പറയില്ലേ പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണും. അപ്പോൾ ഒരു മനുഷ്യനിൽ തന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാരിൽ അതിൻ്റെ ഹോർമോൺ വ്യതിയാനങ്ങളോ കൂടുതലോ ക്രോമസോമിലോ ഒക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സെക്ഷൽ കാറ്റഗറീസ് ഒക്കെ വരുന്നത് എന്നാണ് സയൻസ് വിശ്വസിക്കുന്നത്. ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ആ അമ്മ ഇവനെ കല്യാണം കഴിക്കാൻ വീണ്ടും ഫോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സെഷൻസിലൊക്കെ വന്നപ്പോൾ ഇവൻ പറഞ്ഞു വീണ്ടും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്താ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുക, നിൻ്റെ ഗ്രാൻഡ് ഫാദർ, നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ തന്നെയായിരുന്നു. മൂപ്പര് വീട്ടിൽ വരുന്ന ബാല്യക്കാരന്മാരൊക്കെ ആയിട്ട് പയ്യന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ സെക്ഷൽ റിലേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടാവും, നാടിൻ്റെ ചരിത്രമാണ്, അതൊക്കെ നാട്ടുസാധാരണമാണ്. അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായി എന്ന് വരും. അതൊന്നും ആരും പറയില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ മോഹങ്ങൾ തോന്നി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിക്കാണ്ട് ഇരുന്നിട്ട് ആണുങ്ങളെ വൈത്താലെ പോലല്ല. കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആയി അതൊക്കെ സൈഡായിട്ട് അങ്ങനെ ഓരോ ഉടായ്പകളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവും. അതൊക്കെ രഹസ്യമായിട്ട് വെക്കലാണ് എന്നാണ് ഈ അമ്മേൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ഈ പയ്യൻ പറയാം എനിക്കൊരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടീനെ ചീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എല്ലാം സാക്രിഫൈസ് ചെയ്ത് എല്ലാം എൻ്റെ സെക്ഷൽ ലൈഫും എല്ലാം സാക്രിഫൈസ് ചെയ്ത് എൻ്റെ സങ്കടവും ഡിപ്രഷനൊക്കെ വെച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതല്ലാതെ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കും. പുറം നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ OCD മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് മാറ്റം വരും. പിന്നെ നമുക്കിപ്പോൾ കൺവേർഷൻ തെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് ഇതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞ് മനസ്സിലാക്കി തരാനേ പറ്റുള്ളൂ. ബാക്കി നിൻ്റെ ജീവിതമാണ്, നീ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ഇത്തരം കേസുകളിൽ നമ്മളിനിപ്പോൾ കൺവേർഷൻ തെറാപ്പി ചെയ്താൽ അത് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. ചെയ്താലും തന്നെ ഈ ആൾ പെണ്ണിനോട് താല്പര്യം വരുമൊന്നുമില്ല. ഈ ആൾക്ക് ആണിനോടുള്ള താല്പര്യം പോവും, പെണ്ണിനോടുള്ള താല്പര്യം പോവും. അങ്ങനെ ഒരു ഏസെക്ഷൽ പോലെ സെക്ഷൽ വികാരം ഇല്ലാത്ത രീതിയിലേക്ക് അങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വിങ്ങലും വേദനയും ഒരു ഡിപ്രഷനും ഒന്നും പോവില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി നാട്ടുകാർ പറയുന്ന പേടിച്ചൊക്കെ ജീവിച്ചു പോകാം എന്നുള്ളതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. ഇതേപോലെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. അത് നമ്മളെ എന്താ പറയുക, നല്ലൊരു റിലീജിയൻ, ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടീനെ നല്ല മദ്രസയിലും ഒക്കെ പഠിപ്പിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും റിലീജിയസ് കാര്യങ്ങളൊന്നും കൊടുക്കാഞ്ഞിട്ടോ പാരൻറ്റിങ് ശരിയില്ലാഞ്ഞിട്ടോ, ചില ആൾക്കാർ പറയും മതം അറിയാഞ്ഞിട്ടാണ്, മതപഠനം ചെയ്യിപ്പിക്കാഞ്ഞിട്ടാണ്, പാരൻസ് പോരാഞ്ഞിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ചിന്തകൾ മക്കൾക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പല മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പാരൻസിനെ ബ്ലെയിം ചെയ്യുന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് അതുകൊണ്ടൊന്നുമല്ല, ഇവർക്ക് ചെറുപ്പത്തിലേ ഫീലിംഗ് ഉണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസുകളും പല പല ആളുകളും
ആൾക്കാരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ കയറി നോക്കുക, അവരൊക്കെ പറയുന്ന എന്താ വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ട്, എൻ്റെ ചെറുപ്പത്തിലേ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇത് മനസ്സിൻ്റെ തോന്നലോ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല, അവർക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇതിനെ മതം സപ്പോർട്ട് ചെയ്യില്ല, ഞാനിവിടെ ഉറപ്പിച്ച് പറയാണ്. പക്ഷെ നമ്മൾ ഇവരുടെ വിഷമം മനസ്സിലാക്കാതെ ഫോഴ്സ് ചെയ്ത് പോട്ടെ, ഇവർ കല്യാണം കഴിക്കാണ്ടിരിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വേറൊരു വ്യക്തിൻ്റെ മാരേജ് ചെയ്ത് അയാളുടെ ജീവിതത്തിനെയും കൂടെ നമ്മൾ ഒരു പറ്റിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല, ചീറ്റിങ് ചെയ്യാൻ പാടില്ല, ഒരു പാവം കാര്യമല്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടീൻ്റെ കഥ ഞാൻ പറയാം. ഈ പെൺകുട്ടീനെ ഞാൻ ഇതേപോലെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഈ കുട്ടീനെ നിങ്ങൾക്ക് ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല, കല്യാണം കഴിപ്പിക്കരുത്, അവൾക്ക് അവളുടേതായ ആശയങ്ങളുണ്ട്, അവൾക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ട്, പെൺകുട്ടിയാണ്, അത് ഭയങ്കരമായ റിലേഷൻഷിപ്പാണ്, അവിടെ ഒരു നല്ല ലവ് റിലേഷൻഷിപ്പ് ഉണ്ട്. സാധാരണ ഹെട്രോസെക്ഷൽ, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ഭയങ്കര പ്രേമം മൂത്ത് നിൽക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയായിട്ട് ഇവള് ഇഷ്ടത്തിലാണ്. അപ്പോൾ ഒരിക്കലും ഇവളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് വേറൊരു പെൺകുട്ടീൻ്റെ ജീവിതം കൊളാക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടതാണ്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞേരം ഇവൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു, ഇവർ തന്നെ കൊണ്ടുവന്നു. എനിക്ക് ആകെ ഇത് കേട്ടപ്പം ദേഷ്യം വന്നു. ഞാൻ പാരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിപ്പിക്കരുത് എന്ന്. ഇത് ഒരു ഒറ്റപ്പെട്ട കേസൊന്നും അല്ല കേട്ടോ, ഒരുപാട് കേസുകളിൽ ഇതേപോലെ എത്ര പറഞ്ഞാലും വീണ്ടും കല്യാണം കഴിച്ചാൽ അങ്ങനെ ശരിയായിക്കോളും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി അങ്ങനെയൊക്കെ അങ്ങോട്ട് റെഡി ആയിക്കോളും, താനേ റെഡി ആവുന്നു. അപ്പോൾ പാരൻസും പറയാം, മാം ഒന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മൾ വിചാരിച്ച കല്യാണം കഴിച്ച് റെഡി ആയിക്കോളും എന്നാണ്, പക്ഷേ ഇപ്പോൾ 2 കൊല്ലമായി ഇവർ തമ്മിൽ ഒരു രീതിയിലും ചേർന്ന് പോകില്ല, പാവം നമ്മളെ കൊണ്ട് ആ പയ്യൻ്റെ ജീവിതവും കുളമായി. ഞാൻ പറഞ്ഞു, ഇപ്പം നല്ല സമാധാനം ഉണ്ടല്ലോ ഒരു പയ്യൻ്റെ ജീവിതം കുളമാക്കിയപ്പോൾ എന്നൊക്കെ ഞാൻ ശരിക്കും ചോദിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ ആ പയ്യൻ ഒരു പാവം പയ്യനായിരുന്നു, അവൻ്റെ ജീവിതം ശരിക്ക് അവനിവിടെ വിക്റ്റിമായി, പൊട്ടനായി എന്ന് തന്നെ നമ്മൾ പറയാം. അവനൊന്നും അറിയാണ്ട് വന്ന് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് അവൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സെക്ഷൽ നീഡും ഒന്നും ഇവിടെ നടന്നില്ല. പേരുദോഷമായി, കുടുംബത്തിലൊക്കെ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയി. ഇവളാണെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടുകാരൊക്കെ ഇവളെ ഒഴിവാക്കിയ കൊലത്തിലേക്കായി ഇവൾ നേരെ തിരിച്ചു പോയി. അവൾ ചിലപ്പം വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാവും, വീട്ടുകാരെന്തായാലും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അപ്പോൾ പിന്നെ ഒരു 2 കൊല്ലം ഇതേപോലെ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുമ്പോഴെങ്കിലും വീട്ടുകാർ വിടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവൾ പോയതായിരിക്കും. അവൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി അവളുടെ പാർട്ട്ണറുമായി ചിലപ്പം മാരേജൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഇങ്ങനത്തെയൊക്കെ കേസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സെക്ഷുവാലിറ്റീനെ മാറ്റാനോ ഹോമോസെക്ഷൽസിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാരൻറ്റ് എന്നുള്ള ലെവലിൽ ചിലപ്പോൾ ആ ഒരു അമ്മയൊക്കെ ആദ്യം പറഞ്ഞ സ്റ്റോറിയിൽ അമ്മയൊക്കെ അവരുടെ നിവർത്തികേട് കൊണ്ടായിരിക്കും ചിലപ്പോൾ മോനോട് അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നൊക്കെ പറയുന്നത്, ചിലപ്പോൾ നാട്ടുകാർ പേടിച്ചിട്ടായിരിക്കും. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ ചിലപ്പം നമ്മളും ചിലപ്പോൾ ആ ഒരു പാരൻറ്റ് എന്നുള്ള ലെവലിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അപ്പുറം പറഞ്ഞു പോവുമായിരിക്കും. എന്നിരുന്നാലും മനസ്സിലാക്കുക, നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരാളുടെ ജീവിതം കൂടിയും കൊളാക്കുന്ന രീതിയിലേക്ക് കല്യാണം കഴിക്കാനോ ഫോഴ്സ് ചെയ്ത് ഇതിനെ മാറ്റാൻ ശ്രമിക്കാനോ ഒന്നും പാടില്ല. കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം, കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ മോറൽ പ്രിൻസിപ്പിൾസും റിലീജിയസ് പ്രിൻസിപ്പിൾസൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുപ്പിക്കാമെന്നല്ലാതെ ഫോഴ്സ് ചെയ്ത് മറ്റൊരാളുടെ ജീവിതം കൂടിയും കൊളാവുന്ന രീതിയിലേക്ക് കല്യാണം കഴിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ക്ലിനിക്കിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലിനിക്കിലെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.